ഇത് അഭ്യാസം ഏത് ആകാശം നടക്കുകയാണെങ്കിലും സമ്മാനം വാങ്ങാൻ താഴത്തേക്കാർക്കണം പറഞ്ഞ മാതിരിയാണ് എന്റെ അവസ്ഥ. ജനതാ ബസാർ നടന്ന് ജനങ്ങളെ കുറെ കണ്ടു തന്നെ അതാ ഞാൻ കണ്ടില്ലാന്ന്. അത് എവിടെ നോക്കാൻ വേണ്ടിട്ട് അപ്പുണ്ണിയോട് വരാൻ പറഞ്ഞോളൂ. എന്തിനാവോ ഇന്ന് അങ്ങോട്ട് വലിച്ചു വെച്ചേ? പൈസ തരൂല്ല. ചങ്ങായി പോയില്ലേ? പോയേ അത് വെച്ചാ ഓൻ വന്നുകൂടും. എവിടെ പോയി? നീരാവി ആയോ? എത്താ അതിനുള്ളില്? കോളിംഗ് ബെല്ല് തപ്പിയാണ് പോയത്. ഞാൻ ഒറ്റ ഒന്നാ ശരിയായി കരഞ്ഞോ? സാധാരണ താൻ അങ്ങോട്ടാണല്ലോ വരാറ്. എന്റെ ഇന്ന് അങ്ങോട്ട് വിളിച്ചേ? ഇങ്ങോട്ട് പോന്നാ ഒരു കാര്യം ചോദിച്ചാനാണ്. പറയാ. ഇവിടെ ഇരിക്കേ നോക്കേ. നോക്കട്ടെ. എന്ത്? ഒരു കുഴപ്പമില്ലല്ലോ. മൂത്തൊക്കെ നോക്കാനല്ല പറഞ്ഞേ. കോട്ടക്കലങ്ങാടിയിൽ ജനതാ ബസാർ എവിടെ നിക്കണോന്നൊന്ന് നോക്കി പറഞ്ഞ. കോട്ടക്കലങ്ങാടിയിൽ ഇപ്പൊ വത്സല, രുക്മണി, ശാന്ത ഇവരൊക്കെ സ്റ്റാൻഡിന്റെ അവിടെ തന്നെ നിന്നിനെ കോയെ. ജനത പുതിയതാവും കോയെ. അതല്ല പറഞ്ഞത്. അതല്ലേ ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. അത് എവിടെ നിക്കണോന്നുള്ളത് നോക്കിക്കാണെന്ന് പറഞ്ഞ. അവിടെ കുറഞ്ഞ പൈസക്കാണ് ഓരോ സാധനങ്ങൾ കൊടുക്കണ്ടേ. കോട്ടക്കൽ സെന്റർ. ചെറിഞ്ഞാണ് നിക്കളായി ചന്ദ്രൻ. ഓ വൈകുന്നേരമായ അങ്ങനെ തന്നെയാണ്. താൻ എത്രയും പെട്ടെന്ന് ഒരു ദിശ മനസ്സിൽ വിചാരിച്ചാ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അങ്ങോട്ട് നോക്കിക്കാ. അവിടെ ജനതാ ബസാർ കോട്ടക്കൽ. നോക്കട്ടെ. ഇല്ല ഇല്ല നോക്കാനാകുമ്പോ ഞാൻ അങ്ങോട്ട് പറയും. പടിഞ്ഞോട്ട് തന്നെ നോക്കിക്കുക. ആയോ? ഇങ്ങോട്ട് നോക്കുക. കോയെ കോട്ടക്കല്ല് മില്ലും പടി എനിക്കറിയും കോയെ. എന്നാ വാ ഇപ്പൊ തന്നെ പോയി ഒക്കെ. അപ്പുണ്ണിയെ ഉത്സവൊക്കെ സ്ഥാനാർത്ഥിക്കാൻ കണ്ടൊരു നേരം പരീത്ത ഫുള്ള് പണി ഞമ്മ എടുക്കണം. കോയെ അവിടെ അത്രയും നല്ലൊരു പൂരം നടക്കുമ്പോഴാ താൻ ഈ ചൂലും മുറക്കായിട്ട് നിക്കണേ. അതിനിപ്പോ ഇവിടെ കുൽസൂനായിട്ട് ദിവസം പൂരം തന്നെയല്ലേ. തന്റെ ഭാര്യ സ്ഥാനാർത്ഥിയല്ലേ? എന്താ ചിഹ്നം? ഓട്ടച്ചെരുപ്പ്. വിളിച്ചണ്ടാ ഞാൻ അറിഞ്ഞു. അവിടെ രമണിയ സ്ഥാനാർത്ഥിയല്ലേ. രമണിന്റെ ചിഹ്നം എന്താ? ചൂല്. ചത്തോട്ട് പിടിച്ചോ? എങ്ങനെ പിടിച്ചാതൊക്കെ അടിച്ചു വരണം, പാത്രം മോറണം, കുഞ്ഞാപ്പൂരെ കുളിപ്പിച്ചണം, മോട്ടിക്ക് പൊട്ടിയിടണം. ഇതൊക്കെ തോറ്റാ മതിയെന്ന തോറ്റാ മതിന് പണ്ടാറങ്ങൾ കോയേ. അപ്പുണ്യ ഒരു സംശയം പറയാ. ചോറിന് അരി കുക്കറിലിട്ടുണ്ടെങ്കിൽ എത്ര വിസിലാണ്? അതെനിക്ക് വശമില്ല കോയ. ഇന്നലെ ഞാൻ വിസിലെണ്ണാൻ മറന്നു. അതിനുശേഷം കഞ്ഞിയിൽ സാമ്പാർ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ കുടിച്ചത്. എനിക്ക് കഞ്ഞിയായി കണ്ടേലും കിട്ടിയല്ലോ. ഇന്നലെ എന്റെ ചോറ് വേറെ ലാസ്റ്റ് വാൾ പോസ്റ്റ് ഒട്ടിച്ചാൻ കൊണ്ടുപോയി. ഇനി എന്തെങ്കിലും വെച്ചുണ്ടാക്കണേ സാധനം വാങ്ങി കൊടുത്തിട്ടാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ കോയെ. മലപ്പുറത്ത് പൂരം നടക്കുന്നുണ്ട് 4 ദിവസം. എവിടെ? ജുംജമോ? അല്ല ജാംജും. മലപ്പുറത്ത് ഒരു പൂരം നടത്തണമെന്നുണ്ടെങ്കിൽ അത് ജാംജൂമനെ കൊണ്ട് തന്നെ കഴിച്ചോളൂ. അല്ലോ അരി അടുപ്പത്തിട്ട് ഓഫാക്കാൻ മറന്നു. എന്തൊരു കഷ്ടാണ് കോയ. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ജീവിതാകം ഒന്നല്ലേ ഉള്ളൂ. ഹലോ ഗ്യാസ് പൊട്ടിത്തെറിച്ചു. വീടോ കഴിഞ്ഞോ? കോയെ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ മറന്നു. എന്തൊരു കഷ്ടാണ്. അതൊക്കെ ശ്രദ്ധിക്കണ്ട പുണ്യ. ജീവിതാകം ഒന്നല്ലേ ഉള്ളൂ. നിന്റെ വീട്ടിലേക്ക് ഒരു സാധനങ്ങളും കൊണ്ടുപോയിട്ട് കാര്യമില്ല കോയെ. ഒക്കെ ഭസ്മായി. ഇനി തനിക്കെന്താ വേണ്ട വെച്ചാ വേഗം പറയാം. അപ്പൊ തന്നെ അങ്ങോട്ട് പോയി എടുക്കാം. നല്ല ഓഫറാ. ആ സുർക്കം അങ്ങോട്ട് എടുക്കുക. ചിലപ്പോ അതെ ചോദിച്ചു നോക്കിയാ കറണ്ട് വന്നാലോ. ഒറ്റ നോൽപ്പ് നോൽക്കാത്ത എങ്ങട്ടാ കോയാക്കി പോണേ? നോൽമ്പോൽക്കാതെ ഇങ്ങനെ ജാരം പുള്ളാക്കി അടക്കണ ഒടിച്ചു വർത്താനല്ല. അതെന്ത് വർത്താന കോയാക്ക? നോമ്പോക്കെ അതൊക്കെ ചന്നെ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ആ ഗജനടിക്കാം. പൊറാട്ടയാണല്ലേ? കടലക്കറി മണലാക്കാൻ വേണ്ടിട്ട് അടുത്തേക്കാലേ. എന്നാ നീച്ചൊക്കെ നന്നാവുക. സോപ്പിട്ടാ മതി. വന്നു കരണ്ടല്ല കോയ. എന്തേനു വിളിച്ചെത്തിയേ? കോയെ ഒപ്പരൊക്കെ കൂടിയാണെന്നോ ഈ പ്രായത്തിലോ? വന്നു തുടങ്ങി. പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കുക. പറഞ്ഞോളാം. ഈ ഇൻഡിക്കേറ്റർ നാശായി. കറണ്ട് കിട്ടണില്ലടോ. അനക്കിപ്പോ ഇതൊന്നും മാറ്റണം. മാറ്റണ്ട. ഇതിപ്പോ എത്ര കൊല്ലായി? എന്റെ അറിവില് ഒരു 6 വർഷമായിട്ടാവും പോയെ. പിന്നെ എങ്ങനെ 5 കൊല്ലാണ് ആകെ എല്ലാരും വാറന്റി കൊടുക്കണം. ഇനി ഒരു 3 കൊല്ലം ഓടാനുള്ള സംഭവം എന്റെ കയ്യിലുണ്ട്. നേരോ ഇങ്ങോട്ട് തരിക. അതല്ല, നിലമ്പൂര് വടപുറത്തുണ്ട് BRG എന്ന് പറഞ്ഞ ഒരു കട. ബീവറേജ് എന്ന് പറഞ്ഞൊരു കട ഞാൻ കേട്ടിട്ടുണ്ട്. ഇജ്ജ് കേട്ടതല്ല. BRGC എന്നാണ് അതിന്റെ പേര്. ഐസി അല്ല, ഈ ബാറ്ററി കന്നാക്കുന്ന ഒരു കട. വാഹനത്തിന്റെയും ഈ സോളാറിന്റെ ഏത് ബാറ്ററി ആയിക്കോട്ടെ, വീക്കായ ബാറ്ററി ചാടൽ കൊണ്ടേ കൊടുത്താൽ മതി. ഒരു ശരിയാക്കി കൈക്കൾ തരും. ഒന്നും നോക്കണ്ട, നടക്കുക. ഇനി അത് മാത്രല്ല, ഇജിന്നോട് നാളെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞീലേ, അത് എന്റെ മൂഡ് പൊന്താന്നല്ല, അത് പൊന്തുനച്ച് ഇവിടെ ഇരിക്കേ. ഞാൻ പറഞ്ഞുതരാം. അവിടെ പോയ ഒരു ബിസിനസിന്റെ ഐഡിയയും കിട്ടുന്നുണ്ട്. അവിടെ റീജനറേഷൻ മെഷീൻ എന്ന് പറഞ്ഞ മെഷീൻ ഉണ്ട്. അത് നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ്സും തുടങ്ങാന്ന്. നല്ലൊരു ഓഫർ ആയിട്ടാണല്ലോ താൻ വന്നത്. ഞാനും ഇതും കൂടി കുറച്ച് പൈസ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ മെഷീനും ഒരു കടയും മതി നമുക്ക്. ആ ഒരു മെഷീൻ 16 ബാറ്ററി ഒരുമിച്ച് ശരിയാക്കാൻ പറ്റും. ഈ വടപുറത്തുള്ള ഷോപ്പിന്റെ അതേമാതിരത്തെ ഷോപ്പ് നമുക്ക് തുടങ്ങാം പാർട്ട്ണർഷിപ്പില്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോ എത്ര കടല് കടന്നു പോകണം കോയ കപ്പലില്? എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, രമണിനോട് പറഞ്ഞോളാം. രമണിയെ അയ്യോ താൻ എവിടേക്ക് വിളിക്കുകയാണെങ്കിലും അവിടെ ഞാൻ വരും. എന്നാ പിടിച്ചത്.
എന്താണ് കോയ പ്രതികരിക്കാം എത്ര ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല എടുക്കതേ ഒരു മിനിറ്റ് ആ. പണ്ടത്തെ പോലെ മസിലൊന്നും അങ്ങോട്ട് ചുരുങ്ങണില്ല കോയ